കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം രൂക്ഷം. നൽകാനുള്ള കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ആശുപത്രിക്ക് മുമ്പിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചു. 90 കോടി രൂപയുടെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഇത് തന്നു തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. ഇതോടെ കഴിഞ്ഞ 10 ദിവസമായി ആശുപത്രിയിൽ മരുന്നുക്ഷാമം രൂക്ഷമാണ്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു ഇടപെടലും ഉണ്ടായില്ല. തുടർന്നാണ് സമരവുമായി MK രാഘവൻ MP രംഗത്തെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ ആരംഭിച്ച ഏകദിന ഉപവാസ സമരം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് MK മുനീർ MLA പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ സ്വകാര്യ മരുന്ന് ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ കടകൾ കയറി ഇറങ്ങി കൈനീട്ടി യാചിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാദ്യം മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ അമാന്തം കാണിച്ചാൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് വലിയ സമരത്തിലേക്ക് നീങ്ങുമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. ആഴ്ചകളായി ഇവർക്ക് മരുന്നില്ല, ഡയാലിസിസിന് മരുന്നില്ല, ഓക്സിജൻ ഇല്ല, മറ്റു മരുന്നുകളില്ല, സർജറിക്ക് ആവശ്യമായ കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് സംസ്ഥാന ഗവൺമെന്റാണ് പരിഹാരം കാണേണ്ടത്. ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ സമരത്തിലാണ് വേറെ മാർഗമില്ല. കഴിഞ്ഞ ദിവസം മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ല. 20-21 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. അവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി ആശുപത്രി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.